ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ദേ ഈ ചെടി ഞാൻ കാണിച്ചു തരാവേ. ഈ ചെടി കണ്ടോ? ഇത് കലേഡിയം. ഇതിൻ്റെ കൂടെ മഴയായപ്പം മറ്റേ സ്പൈഡറിൻ്റെ കിഴങ്ങ് കിടന്ന് അതോടെ കിളിർത്ത് വന്നു. അപ്പം ഇത് ഇടയ്ക്ക് വാടിപ്പോകും, ഇടയ്ക്ക് മഴ വരുമ്പം പൊട്ടിക്കിളിർക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ ചെടി. അപ്പം ഇതിൻ്റെ ആ വളർച്ചയും വലിപ്പമൊക്കെ ശ്രദ്ധിച്ചോ? ഇത്രയേ ഉള്ളൂ ആൾ. പക്ഷേ ഞാൻ വേറൊരു കാര്യം കാണിക്കാവേ. ഇതിവിടെ ഇരിക്കട്ടെ, കണ്ടോ? ഇപ്പോൾ ഇത് കണ്ടോ? ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ച ചെടിയാണ്. ഇതിൻ്റെ ആ ഇലയുടെ വലിപ്പവും ഒക്കെ കണ്ടോ? ഈ രണ്ട് ചെടികളുടെ വ്യത്യാസം കണ്ടോ? ഈ ഒരേ സെയിം തരത്തിലുള്ള ചെടി ഇത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ കണ്ടോ? തറയെ വെക്കുമ്പോൾ, മണ്ണിൽ വെക്കുമ്പോൾ നല്ലോണം അത് വളർന്ന് ഒന്നും ചെയ്യണ്ട, വെറുതെ നട്ടപ്പം ഒരു കെയറിങ്ങും ഇല്ലാതെ നിൽക്കുന്നതിന് നല്ല ഇത്. ചെടിച്ചട്ടിക്കകത്തുള്ളതിന് വളർച്ചക്കുറവ്, ചെടിച്ചട്ടിയിൽ നിന്ന് പുറത്ത് ഉള്ളതിന് വളർച്ച കൂടുതൽ. അതിൻ്റെ ഭംഗി കണ്ടോ? അപ്പോൾ ഇതുപോലൊക്കെയാണ് നമ്മുടെ ജീവിതവും, ഇല്ലേ? നമ്മൾ ഒതുങ്ങിക്കൂടി ഒരിടത്ത് അയ്യോ എന്നെ ആരെങ്കിലും കെയർ ചെയ്യണേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഈ സമയം ഇത് കണ്ടോ? ഇതിനെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഭംഗി ശ്രദ്ധിക്കുന്നത്. നമ്മൾ മനുഷ്യരും അങ്ങനല്ലേ, അല്ലേ? കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അവരുടെ കഴിവുകളൊന്നും കാണാത്തത് എന്നെ ആരെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ട് വന്നാൽ ഞാൻ എൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കാം. അല്ലെങ്കിൽ അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല നല്ല ഫലം തരും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതവും എൻ്റെ പ്രായക്കാരും എന്നെക്കാട്ടിലും കൊച്ചു പിള്ളേരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഒതുങ്ങിക്കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ മഞ്ഞ കളർ വരും, ചീയും, അളിയും. ഈ ലോകത്ത് നമുക്ക് കണ്ട മറ്റുള്ള ചെടികളെയൊക്കെ കൂടെ നിന്ന് തറയിൽ ഇങ്ങനെ നിൽക്കുമ്പം അതിൻ്റെ ആ ഭംഗിയാണെന്ന് നോക്കി പിടിച്ച് ഒതുക്കി വെച്ചപ്പം അതിൻ്റെ ആ വളർച്ചക്കുറവും ആ ഭംഗിക്കുറവൊന്നും ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് ഇതാണെന്ന് ഓർക്കും. അതുപോലെ ചെറുതായിട്ട് ഇത് നിൽക്കുകയാണ്. അതാണ് എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത് കേട്ടോ. എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് തന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ ചെടിച്ചട്ടി ഞാൻ തന്നെയാണിത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് വളരുന്നില്ല, തറയെ വെച്ചാൽ അത് വളരുന്നു എന്ന് പറയും. ഇന്ന് ഞാൻ തന്നെ കമ്പയർ ചെയ്യാറില്ലേ? ഇങ്ങനെ ആയിരിക്കും നമ്മളെയും കമ്പയർ ചെയ്യും ആൾക്കാർ. അപ്പം അത് കണ്ടോ, അതങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്ന് ആൾക്കാർ കമ്പയർ ചെയ്യും. എനിക്ക് കൊച്ചു പിള്ളേരോട് പറയാൻ, ലോകം വിശാലമായ ലോകമാണ്. വിശാലമായ ലോകത്ത് സുന്ദരമായിട്ട് ജീവിക്കണ്ടേ? ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ മതിയോ നമ്മൾ? അപ്പം ഈ ചട്ടിയിൽ ഞാനിതെടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ, ഇല്ലേ? പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ ഈ ചട്ടിയിൽ ഇത് മാറ്റിയാൽ ഇതും നല്ലോണം ആർത്തുല്ലസിച്ച് വളരും. ഇതുപോലെ സുന്ദരമായിട്ട് തന്നെ നിൽക്കും. ഓക്കെ കേട്ടോ?